Hello everyone, welcome to Riddhu's English Lab. In today's class, we will be discussing a small, very simple topic. നമ്മൾ മലയാളത്തിൽ എനിക്ക് കഴിയും, എനിക്ക് കഴിയില്ല, അല്ലെങ്കിൽ നിനക്ക് കഴിയുമോ എന്നൊക്കെ ചോദിക്കില്ലേ? ഇത് എങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രാമർ വേർഡ് എന്ന് പറയുന്നത് ക്യാൻ ആണ്. ഓക്കെ, എന്താണ് ക്യാൻ എന്നുള്ള ഗ്രാമർ വേർഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കഴിയും, കഴിയില്ല അല്ലെങ്കിൽ കഴിയുമോ എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കുന്നത്. ഓക്കെ, നമ്മൾക്ക് സെന്റൻസിന്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളത് ഓൾറെഡി അറിയാം. നിങ്ങൾ ആദ്യം ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സെന്റൻസ് സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറഞ്ഞ സെന്റൻസ് സ്ട്രക്ചറിന്റെ ട്രിക്ക് അറിയാം അല്ലെ? ആദ്യം ഒരു സ്റ്റാർട്ടർ വേണം, ദെൻ ഒരു ഗ്രാമർ വേർഡ് വേണം, അതിനുശേഷം നമുക്കൊരു ആക്ഷൻ വേർഡ് വേണം. ഓക്കെ, അപ്പൊ ഈ സ്ട്രക്ചർ മനസ്സിൽ വെച്ചേക്കാം. ഇനി സ്റ്റാർട്ടർ ആയിട്ട് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് ഐ ആണ്. നമ്മുടെ ഗ്രാമർ വേർഡ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏതാണ്? ക്യാൻ. ഇനി ഒരു ഇഷ്ടമുള്ള ആക്ഷൻ വേർഡ് നമുക്ക് ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ റീഡ് എന്നുള്ളത് ഞാൻ ചൂസ് ചെയ്യാം. അപ്പൊ സെന്റൻസ് എന്തായി? ഐ ക്യാൻ റീഡ്. ഇത് നിങ്ങൾക്ക് കഴിയുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് അല്ലെ? ഐ ക്യാൻ റീഡ്, എനിക്ക് വായിക്കാൻ കഴിയും അല്ലെ? ഇനി നിങ്ങൾക്ക് എഴുതാൻ കഴിയും എന്നാണ് പറയണ്ടെങ്കിലോ? എനിക്ക് എഴുതാൻ കഴിയും. ഈ സെന്റൻസ് ഒന്ന് ഇംഗ്ലീഷിലേക്ക് ആക്കാം, പറഞ്ഞോളൂ. യെസ്, ഐ ക്യാൻ റൈറ്റ്. എനിക്ക് ഡാൻസ് ചെയ്യാൻ കഴിയും. എങ്ങനെയാ പറയാ? യെസ്, ദാറ്റ്സ് ഇറ്റ്. ഐ ക്യാൻ ഡാൻസ്. എനിക്ക് പാട്ട് പാടാൻ കഴിയും. ഐ ക്യാൻ സിങ്. പാട്ട് എന്നുള്ളതിന് ഒരു പാട്ട് എന്നുള്ളതിന് നമ്മൾ എ സോങ് എന്ന് പറയും അല്ലെ? അപ്പൊ പറഞ്ഞോളൂ, ഐ ക്യാൻ സിങ് എ സോങ്. ക്ലിയർ ആവുന്നുണ്ട്? ഓക്കെ, അപ്പൊ സ്ട്രക്ചർ ക്ലിയർ ആയ സ്ഥിതിക്ക് നമുക്കിനി പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഞാൻ മലയാളത്തിലെ ഓരോ സെന്റൻസും പറയും, അത് ഇംഗ്ലീഷിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്ത് പറയാം. ഓക്കെ, ദിസ് ഡസൻ മീൻ നമ്മൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്താണ് ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നുള്ളതല്ല കേട്ടോ. പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നു എന്നേ ഉള്ളൂ. വൺസ് യു ഗെറ്റ് ദ ഐഡിയ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തനിയെ സെന്റൻസുകൾ തിങ്ക് ചെയ്ത് ഇംഗ്ലീഷിൽ ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, ലെറ്റ്സ് ഡു ദിസ്. പ്രാക്ടീസ് ചെയ്യാം നമുക്ക് ആദ്യം. ഓക്കെ, അവൾക്ക് പോകാൻ കഴിയും. അവൾക്ക് പോകാൻ കഴിയും. ഷീ ക്യാൻ ഗോ. അവന് വരാൻ കഴിയും. അവന് വരാൻ കഴിയും. ഹി ക്യാൻ കം. അവർക്ക് യാത്ര ചെയ്യാൻ കഴിയും. ദേ ക്യാൻ ട്രാവൽ. അതിന് പറക്കാൻ കഴിയും. അത് എന്നുള്ളതിന് ഇറ്റ് എന്നാ പറയാ അല്ലെ? ഇറ്റ് ക്യാൻ ഫ്ലൈ. നമുക്ക് പഠിക്കാൻ കഴിയും. വി ക്യാൻ സ്റ്റഡി. നിനക്ക് പാചകം ചെയ്യാൻ കഴിയും. യെസ്, യു ക്യാൻ കുക്ക്. രാജുവിന് കാർ ഓടിക്കാൻ കഴിയും. ഓക്കെ, കുറച്ച് ലെങ്തി ആയ അല്ലെ? രാജുവിന് കാറ് ഓടിക്കാൻ കഴിയും. രാജു ക്യാൻ ഡ്രൈവ് എ കാർ. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെ തന്നെ കഴിയില്ല എന്നും പറയാം. കഴിയില്ല എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. എന്താണ്? ക്യാനിന്റെ കൂടെ നമ്മളൊരു നോട്ട് കൂടെ ചേർത്ത് കൊടുക്കുക. ഓക്കെ, എനിക്ക് എഴുതാൻ കഴിയില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഐ ക്യാൻ നോട്ട് റൈറ്റ്. ഐ ക്യാൻ നോട്ട് റൈറ്റ്. ഇത് വലിച്ചു നീട്ടി പറയലാണ് അല്ലെ? നമുക്ക് സംസാര ഭാഷയിൽ എപ്പോഴും എന്ത് ചെയ്യണം? ചുരുക്കി പറയാനായിട്ട് ശ്രമിക്കണം. അപ്പൊ കനോട്ട് ഉള്ളത് എന്ത് ചെയ്യാം? ഒന്ന് ചുരുക്കാം. എന്നിട്ട് നമുക്ക് പറയാം കാണ്ട്. കനോട്ട് എന്നുള്ളത് കാണ്ട് എന്ന് പറയാം. ഓക്കെ, ഒന്നപ്പോ ചുരുക്കി പറഞ്ഞോളൂ. ഐ കാണ്ട് റൈറ്റ്. ഐ കാണ്ട് റൈറ്റ്. ക്ലിയർ അല്ലേ? എനിക്ക് വായിക്കാൻ കഴിയില്ല. ഐ കാണ്ട് റീഡ്. എനിക്ക് നടക്കാൻ കഴിയില്ല. ഐ കാണ്ട് വാക്ക്. അവൾക്ക് ഡാൻസ് ചെയ്യാൻ കഴിയില്ല. ഷി കാണ്ട് ഡാൻസ്. അവർക്ക് വരാൻ കഴിയില്ല. ദേ കാണ്ട് കം. നിനക്ക് പോകാൻ കഴിയില്ല. യു കാണ്ട് ഗോ. അതിന് കുരക്കാൻ കഴിയില്ല. ഇറ്റ് കാണ്ട് ബാക്ക്. ക്ലിയർ ആണ്? കഴിയും എന്ന് പറയാനും കഴിയില്ല എന്ന് പറയാനും നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി കഴിയുമോ എന്ന് ചോദിക്കണം അല്ലെ? ഇപ്പൊ ഞാൻ പറഞ്ഞൊരു സെന്റൻസ് എടുക്കാം. യു ക്യാൻ ഗോ.
ഓക്കെ, എന്താണ്? യു ക്യാൻ ഗോ, നിനക്ക് പോകാൻ കഴിയും എന്നാണ് അതിന്റെ അർത്ഥം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? ഗ്രാമർ വേർഡിനെ അതിന് മുന്നിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമ്മൾ ഒരു സെന്റൻസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടർ വേർഡ്സ് കൊണ്ടാണ്. അതായത് ഒരു പേരോ അതിന് പകരം ഉപയോഗിക്കുന്ന ഒരു വാക്കോ. അതുപോലെ ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, പോകാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ കഴിയും അല്ലെങ്കിൽ കഴിയില്ല എന്ന് ഉത്തരം വരുന്ന തരം ചോദ്യങ്ങൾ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഗ്രാമർ വേർഡിനെ എടുത്ത് മുന്നിലേക്ക് ഇടുക. ഓക്കെ, അപ്പൊ ഗ്രാമർ വേർഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് എന്തായി? ക്വസ്റ്റ്യൻ ആയി അല്ലെ? അപ്പോൾ യു ക്യാൻ ഗോ എന്നുള്ള സെന്റൻസിൽ ക്യാനിന് ഞാൻ മുന്നിലേക്ക് വെക്കുകയാണ്. അപ്പൊ എന്തായി? ക്യാൻ യു ഗോ, നിനക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കാം. നിനക്ക് പോകാൻ കഴിയുമോ അല്ലെങ്കിൽ നിനക്ക് പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. ഓക്കെ, നിനക്ക് പാടാൻ കഴിയുമോ എങ്ങനെയാ ചോദിക്കാം? ക്യാൻ യു സിംഗ്. നിനക്ക് എഴുതാൻ കഴിയുമോ? ക്യാൻ യു റൈറ്റ്. നിനക്ക് എക്സാം എഴുതാൻ കഴിയുമോ? ഒന്ന് പറഞ്ഞു നോക്കൂ. ക്യാൻ യു റൈറ്റ് എക്സാം. ക്ലിയർ ആവുന്നുണ്ട്? ഇനിയിപ്പോ യു മാത്രമല്ല, അവൾക്ക് കഴിയുമോ, അവന് കഴിയുമോ, അതൊക്കെ ചോദിക്കാം കേട്ടോ. ഇപ്പോ അവന് പോകാൻ കഴിയുമോ? ക്യാൻ ഹി ഗോ. അവൾക്ക് വരാൻ കഴിയുമോ? ക്യാൻ ഷീ കം. അവർക്ക് യാത്ര ചെയ്യാൻ കഴിയുമോ? ക്യാൻ ദേ ട്രാവൽ. ക്ലിയർ ആയോ? 3 കാര്യങ്ങളാണ് നമ്മൾ ക്യാൻ വെച്ചിട്ട് ഇന്ന് ചെയ്യാനായിട്ട് പഠിച്ചിട്ടുള്ളത്. കഴിയുമെന്ന് പറയാൻ, കഴിയില്ല എന്ന് പറയാൻ, കഴിയുമോ എന്ന് ചോദിക്കാൻ. ക്ലിയർ ആണോ? ഐ ഹോപ്പ് ദിസ് ഹെൽപ്ഡ് ആൻഡ് വി ഹാവൻ കംപ്ലീറ്റഡ് ദിസ് പാർട്ട്. ക്യാൻ കഴിഞ്ഞിട്ടൊന്നുമില്ല, കുറച്ചുകൂടെ നമുക്ക് പറയാനുണ്ട് ക്യാനിന്റെ ഉപയോഗം. ഓക്കെ, അപ്പൊ ക്യാൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. മാക്സിമം ഇത് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക, ഉച്ചത്തിൽ തന്നെ പറഞ്ഞ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, നമുക്ക് പുതിയൊരു ഭാഷ പഠിക്കുകയാണ്, അപ്പൊ നമ്മുടെ നാവ് അതിന് വഴങ്ങണമല്ലോ. അപ്പൊ മനസ്സിൽ പറഞ്ഞു, മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് മനസ്സിൽ പറഞ്ഞു നോക്കുന്നുണ്ട്, ഓക്കെ ആണെന്ന് വിചാരിക്കരുത്. ഉച്ചത്തിൽ തന്നെ പറഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യാം. ആൻഡ് ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള AI പ്രോംപ്റ്റ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ കോപ്പി ചെയ്യാം, ChatGPT-യിലോ അല്ലെങ്കിൽ ജെമിനയിലോ ഒക്കെ പേസ്റ്റ് ചെയ്തിട്ട് വോയിസ് ചാറ്റ് ഉപയോഗിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് 20 minutes പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. Okay, so we will see in the next video and see you guys then. Bye.